ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ലെന്നും ലോഡ് കൂടുമ്പോഴാണ് കറണ്ട് പോകുന്നത് എന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത് കമ്മീഷൻ തന്നെയാണെന്നും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിനുള്ള നടപടി വൈകിയപ്പോൾ ബോർഡ് ഇടപെട്ടുവെന്നും മന്ത്രി. സംസ്ഥാനത്ത് ചുട്ടുപൊള്ളുന്ന അത്യുഷ്ണത്തിന് ആശ്വാസമാകുന്നു ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെ യെല്ലോ അലർട്ട്. പശ്ചിമബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. മിക്ക ബൂത്തുകളിലും സ്ത്രീകളുടെ നീണ്ട നിര. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ബംഗാളിൽ കനത്ത സുരക്ഷ. പലയിടത്തും സംഘർഷം. ബസന്തി നിയമസഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി വികാസ് സർദറിനെ ആക്രമിച്ചു. കേരളം ഉൾപ്പെടെ 5ഇടങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ട്. ആത്മീയതയുടെയും വികസനത്തിന്റെയും പുതുചരിത്രം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഭക്തിനിർഭരമായ സന്ദർശനത്തിന് പിന്നാലെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഉത്തർപ്രദേശിന്റെ മുഖച്ഛായ മാറ്റുന്ന ഗംഗാ എക്സ്പ്രസ് വേയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ ഉയർത്തിക്കാട്ടി കോഴിക്കോട്ടും ഫ്ലക്സ്. ടൂർണമെന്റ് ജയിച്ചാൽ കപ്പ് വാങ്ങുന്നത് ക്യാപ്റ്റനാകുമെന്ന് എഴുതിയ ഫ്ലെക്സ് ബോർഡാണ് ജില്ലാ കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. സെലക്ടറും പരിശീലകനും കപ്പ് വാങ്ങുന്നത് എതിർപ്പിന് ഇടയാക്കുമെന്നും പോസ്റ്ററിൽ മുന്നറിയിപ്പ്. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണം പൂർത്തിയായെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ലൈംഗിക അതിക്രമത്തിന് തെളിവുണ്ടെന്ന് SIT കണ്ടെത്തി. കേസിൽ ഉടൻ കുറ്റപത്രം നൽകും. അതേസമയം ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് രഞ്ജിത്ത് കോടതിയെ സമീപിക്കും. ബംഗ്ലാദേശിനെ കടുത്ത ആരോഗ്യ പ്രതിസന്ധിയിലാക്കി 5ാം പനി വ്യാപനം കൂടുന്നു. കുട്ടികൾ ഉൾപ്പെടെ 250 പേരാണ് ഇതുവരെ രോഗബാധയെ തുടർന്ന് മരിച്ചത്. അയൽരാജ്യമായ ബംഗ്ലാദേശിലെ ഗുരുതര സാഹചര്യം ഇന്ത്യക്കും മ്യാൻമാറിനും വലിയ ഭീഷണിയാണെന്നും അതിർത്തി കടന്നുള്ള രോഗവ്യാപനത്തിന് ഉയർന്ന സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. മിൽമ പാൽവില ലിറ്ററിന് 4 രൂപ കൂട്ടാൻ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ധാരണ. പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷം തീയതി തീരുമാനിക്കും. അതിനിടെ യോഗത്തിൽ നിന്ന് എറണാകുളം യൂണിയൻ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. വില കൂട്ടാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ടെന്നും തീരുമാനം വൈകുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നും എറണാകുളം യൂണിയൻ ചെയർമാൻ CN വത്സൻപിള്ള ആരോപിച്ചു. IPL-ൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. 7 കളികളിൽ 5ലും തോറ്റ മുംബൈക്ക് ഇന്നത്തെ ജയം അനിവാര്യം. മത്സരം രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. UEFA ചാമ്പ്യൻസ് ലീഗ് 2ാം സെമിയിൽ ആഴ്സണൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടും. ഇന്ന് രാത്രി 12:30 മത്സരം. ആദ്യപാദ സെമിഫൈനൽ ബയൺ മ്യൂണിക്കിനെ തകർത്ത് PSG. 4-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു PSG യുടെ ജയം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.